ദിവ്യകാരുണ്യ തിരുനാൾ. അപ്പമായി മാറുന്ന ദൈവസ്നേഹം, ജീവൻ നൽകുന്ന ദിവ്യകാരുണ്യം. യേശുക്രിസ്തു തൻ്റെ പീഡാനുഭവത്തിൻ്റെ തലേന്ന് അന്ത്യത്താഴവേളയിൽ സ്ഥാപിച്ച വിശുദ്ധ കുർബാന എന്ന മഹത്തായ രഹസ്യത്തെ നന്ദിയോടെ സ്മരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന തിരുനാളാണിത്. ഞാൻ ലോകാവസാനം വരെ എല്ലാ ദിവസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം യേശു നിറവേറ്റിയത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. പ്രപഞ്ചനാഥനായ ദൈവം മനുഷ്യന് ഉൾക്കൊള്ളാൻ പാകത്തിൽ ഒരു ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ അൾത്താരകളിൽ വസിക്കുന്നു. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ജീവിതത്തിൽ ആരുമില്ലെന്ന് തോന്നുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കാനും നമുക്ക് ശക്തി നൽകാനുമായി ദിവ്യകാരുണ്യ ഈശോ അൾത്താരയിലെ സക്രാരിയിൽ കാത്തിരിക്കുന്നുണ്ട്. യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകി. വിശുദ്ധ കുർബാന എന്നത് മുറിക്കപ്പെടലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും വലിയൊരു സന്ദേശമാണ്. മറ്റുള്ളവരുടെ വിശപ്പകറ്റാനും അവരെ ജീവിക്കാൻ സഹായിക്കാനുമായി യേശു തൻ്റെ ശരീരം തന്നെ മുറിച്ചു നൽകി. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന നാമും ലോകത്തിൽ മറ്റുള്ളവർക്കായി മുറിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മുടെ സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവരുടെ സങ്കടങ്ങളിലും ആവശ്യങ്ങളിലും പങ്കുചേരുമ്പോഴാണ് നാം യഥാർത്ഥ ദിവ്യകാരുണ്യമായി മാറുന്നത്. യേശു പറയുന്നു, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. വിശുദ്ധ കുർബാന കേവലം ഒരു പ്രതീകമല്ല, മറിച്ച് അത് യേശുവിൻ്റെ ജീവനുള്ള ശരീരവും രക്തവുമാണ്. അത് നമ്മുടെ ആത്മാവിന് നിത്യജീവൻ നൽകുന്ന ഔഷധമാണ്. ഭൗതികമായ ആഹാരത്തിനായി നാം ഒട്ടേറെ അധ്വാനിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ആത്മാവിൻ്റെ വിശപ്പകറ്റുന്ന വിശുദ്ധ കുർബാനയെ നാം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുക്കത്തോടും ശുദ്ധിയോടും കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ നാം ശ്രദ്ധിക്കണം. വിശുദ്ധ കുർബാന ദൈവസ്നേഹത്തിൻ്റെ പരകോടിയാണ്. സ്നേഹത്തിന് നൽകാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാണ് യേശു കുർബാനയിലൂടെ നൽകിയത്, സ്വന്തം ജീവൻ. നാം ഓരോ തവണ കുർബാനയിൽ പങ്കുചേരുമ്പോഴും അവിടുത്തെ ആ വലിയ ബലിയെയാണ് അനുസ്മരിക്കുന്നത്. ദിവ്യകാരുണ്യം സ്വീകരിച്ച് അൾത്താരിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ നാം ക്രിസ്തുവിനെയാണ് ലോകത്തിലേക്ക് ചുമക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ആ ദൈവിക സ്നേഹവും കാരുണ്യവും പ്രകടമാകണം. ഒരു അപ്പക്കഷ്ണത്തോളം ചെറുതാകാൻ കാണിച്ച വലിയ ദൈവത്തിൻ്റെ വിനയം നമ്മുടെ ജീവിതത്തിലും പകർത്താം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: അൾത്താരയിൽ എനിക്കായി അപ്പമായി മാറിയ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങയെ വിശ്വസ്തയോടെ ആരാധിക്കാനും സ്നേഹിക്കാനും എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ ജീവനുള്ള ആലയമാക്കി മാറ്റണമേ. ഈ ലോകത്തിൽ സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്കായി പങ്കുവെക്കപ്പെടാനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനും കൃപ നൽകണമേ. ആമേൻ.